സ്മോക്കിംഗ് കേസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ഹലോ. ആ, ഞാൻ 2 ദിവസം അവിടെ ഇറങ്ങിയിട്ട് ഞാനൊരു 1-2 ദിവസം കൊണ്ട് കേറടാ. വിളിക്കന്ന. ആ, എന്താടാ? അല്ല, എപ്പോ എത്തി? 3-4 ദിവസം ആടാ ഇറങ്ങിയിട്ട്. സത്യത്തിൽ അന്നെന്താ സംഭവിച്ചേ? അതോ, ആ മൈരന്റെ വീട്ടിൽ കൂടല്ലോ പോയിട്ട് 3-4 പെഗ് അടിച്ച് 2-3 പഫ് ഇട്ടപ്പോ എന്റെ പൊന്നുമോനോ എന്റെ കിളി പോയിട്ടുണ്ടല്ലോ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ബോധം വന്നില്ല. ഞാനതൊന്നും നോക്കിയില്ല. ആ ബസ് എടുത്ത് നേരെ വന്നു. ആ പാലെത്തുന്നതിന്റെ മുന്നേ ഒരു നായിനും തട്ടി. പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു അസത്ത് പെണ്ണ് വന്ന് വണ്ടീന്റെ മുന്നിൽ ചാടി. അതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ പെണ്ണ് മരിച്ചിട്ടില്ലല്ലോ. ഐസിയൂല, ചാവാനാ ചാൻസ്. അപ്പൊ നിങ്ങൾക്ക് ഈ അടുത്തൊന്നും ബസ് കയറാൻ പറ്റൂലല്ലേ? 3-4 ദിവസം കഴിഞ്ഞിട്ട് കയറാന്ന മുതലാളി പറയുന്നു. ഞാൻ 1-2 ദിവസം കണ്ട് കയറണം. വരുന്നോ? 2.5 അടിയാ? ഇല്ലടാ, ഞാൻ വരുന്ന വഴിക്ക് 3-4 പെഗ് അടിച്ചിട്ടില്ല. ശരി എന്നാ പോട്ടെ. ചേട്ടാ, ഡ്രൈവറല്ലേ? നിങ്ങളോടാ ഡ്രൈവറല്ലേ? എന്താടാ? ഒന്നുമില്ല, സംസാരിക്കാൻ കേട്ടപ്പോ തോന്നി, അതുകൊണ്ട് ചോദിച്ചാ. ഒരു സിഗരറ്റ് തരുമോ? ശീലല്ല, നിങ്ങൾ വലിക്കുന്നുണ്ടപ്പോ വെറുതെ വാങ്ങിയതാ. അല്ലേട്ടാ, ഈ ആളുകളെ വണ്ടി കെട്ടുമ്പോ മനസ്സ് പതറൂലേ? അങ്ങനത്തെ ഒന്നും പറഞ്ഞ പണിയല്ല. വണ്ടി കയറിയ പിന്നെ എനിക്ക് മനുഷ്യൻ നായ്ക്കളൊക്കെ നീ നേരത്തെ പറഞ്ഞ അസത്ത് പെണ്ണിന്റെ തന്തയാണ് ഞാൻ. പന്നി. കുറച്ച് ചികിത്സ പ്രാർത്ഥന നടത്തി കിട്ടിയാടാ എനിക്കെന്റെ പൊന്നു. നിനക്ക് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ പിന്നെ മനുഷ്യർ നായ്ക്കളൊക്കെ ഒരുപോലല്ലടാ. നോയിന്റെ പോലെ ഇപ്പൊ നിന്റെ കാലേ പോയിട്ടുള്ളൂ. എന്റെ മോക്കന്റെ പറ്റിയാണ്ടല്ലോ, നിന്റെ തലയെടുക്കാൻ ഞാൻ വരും കേട്ടടാ. ചേട്ടന്റെ മോളെ വണ്ടി ഇടിച്ചില്ലേ? അതിന്റെ മുന്നേ വേനൊരു നായന ഇടിച്ചെന്ന് പറഞ്ഞില്ലേ? അതെന്റെ ചിക്കു. എല്ലാരും എന്നെ തനിച്ചാക്കി പോയപ്പോ
എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഇന്ന് അതിന്റെ മോൻ. ചേട്ടൻ പോക്കോ, ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എനിക്കിനി ജയിലായാലും എവിടെയായാലും കണക്കാ. എന്നെ കാത്തിരിക്കാറൊന്നും ആരുമില്ല. കാത്തിരിക്കേണ്ട ആള് പോയി. ചേട്ടൻ പോക്കോ, ആരെ വരൂ. പോക്കോ.